In the Holy Ruach, Lord, reign forevermore. Isaiah 54:70. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരു ആയുധവും ഫലപ്രദമാവുകയില്ല. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. കർത്താവിന്റെ ദാസരുടെ പൈതൃകവും എന്റെ നീതി നടത്തലുമാണിത്. Reign the Holy Ruach, Lord, reign forevermore. Isaiah 54:70. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരു ആയുധവും ഫലപ്രദമാവുകയില്ല. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. കർത്താവിന്റെ ദാസരുടെ പൈതൃകവും എന്റെ നീതി നടത്തലുമാണിത്. ദൈവഭക്തനായ ഒരു മനുഷ്യന് ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ദൈവമാണ് അവനെ സംരക്ഷിക്കുന്നത്. നമ്മൾ ദൈവഭയത്തിൽ ജീവിക്കുമ്പോൾ അവർക്ക് ചുറ്റും മാലാഖമാരുടെ സംരക്ഷണവും വിശുദ്ധരുടെ സാന്നിധ്യവും നിരന്തരമായിട്ടുണ്ടായിരിക്കും. ഒരു ആയുധവും നമുക്കെതിരെ ഫലപ്രദമാവുകയില്ല. കർത്താവിന്റെ പൈതൃകം മുറുകെ പിടിക്കുവിൻ. അതിനേക്കാളും വലിയ സുരക്ഷിത സ്ഥലമില്ല. ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ, നമ്മളെ വീണ്ടെടുത്തപ്പോൾ ദൈവം നൽകിയ സ്നേഹം ഓർമ്മിക്കുവിൻ. അത് നിങ്ങൾ ഓർക്കുമ്പോൾ തന്നെ ഒരു ശത്രുക്കൾക്കും നിങ്ങളെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ല. ഒരു ആയുധവും ഫലപ്രദമാവുകയില്ല. ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുക. വിധി പ്രസ്താവിക്കുന്ന നാവുകൾ ഉണ്ടായിരിക്കും. ശുഭരദഹൂറിയ നമുക്ക് ഓരോരുത്തർക്കും ചിത്തര അവളെന്താ എങ്ങനെ ഇവളെന്താ എങ്ങനെ സിയാറദഹൂറിയ ആ നാവുകളൊന്നും നമുക്കെതിരെ ഫലപ്രദമാവുകയില്ല. Reign the Holy Ruach, Lord, reign forevermore. Psalm 133. സഹോദരരിയ മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. അകർവന്റെ തലയിൽ നിന്ന് താടിയിലേക്ക് ഇറങ്ങി അങ്കിയുടെ കഴുത്തപ്പട്ടയിലൂടെ ഒഴുകുന്ന അമൂല്യമായ അഭിഷേക തൈലം പോലെയാണത്. സിയോൻ പർവ്വതങ്ങളിൽ പൊഴിയുന്ന ഹെർമോൻ തുഷാരം പോലെയാണത്. അവിടെയാണ് കർത്താവ് തന്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത്. ദൈവത്തിന്റെ സ്നേഹമാണ് സഹോദരർ തമ്മിലുള്ള ഐക്യം ഒഴുക്കുന്നത്. പരിശുദ്ധാത്മാവ് ഐക്യത്തിന്റെ ആത്മാവാണ്. ഈ ഐക്യത്തിലേക്കാണ് ദൈവത്തിന്റെ സ്നേഹം ഒഴുകി വരുന്നത്. ഈശോ പറഞ്ഞു, 2-3 പേരാണ് എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കേണ്ടത്. രണ്ടുപേർ ഐക്യത്തോടെ പ്രാർത്ഥിക്കുന്ന ഏത് കാര്യം സാധിക്കും. അത്ര ശക്തിയുണ്ട് ഐക്യത്തിന്. പരിശുദ്ധ റൂഹ തമ്പുരാൻ ഐക്യത്തിന്റെ ആത്മാവാണ്. ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് തന്നു. ഒറ്റ ശരീരമായി ദൈവത്തെ ആരാധിക്കാൻ പഠിക്കണം. ആമേൻ. ഹല്ലേലൂയ.